നമ്മുടെ കയ്യിൽ ആട്ടപ്പൊടി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രുചികരമായ പാൽ കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ പാൽ കേക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു അര കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിലാണ് പഞ്ചസാര എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അര ഗ്ലാസ് പഞ്ചസാര എടുക്കുക, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് പഞ്ചസാര ഇതിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം. ഈ പഞ്ചസാര പാനി ഒറ്റനൂൽ പരുവാവാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അങ്ങ് തിളച്ച് കിട്ടിയാൽ മതി. ഇപ്പോൾ അതാ പഞ്ചസാരയൊക്കെ ഇതിൽ നന്നായിട്ട് മെൽറ്റായി, പഞ്ചസാര പാനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. പൊടിച്ച പഞ്ചസാര ആയാലും പൊടിക്കാത്ത പഞ്ചസാര ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പഞ്ചസാര നന്നായിട്ട് ഇതിൽ മെൽറ്റായി കിട്ടുന്നവരെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് പഞ്ചസാരയൊക്കെ ഇതിൽ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം. ആട്ടപ്പൊടി 1 കപ്പ് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പും കൂടെ ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടിപ്പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കതിലേക്ക് പൊടി ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഒഴിക്കുമ്പോൾ ചെറു ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുത്താലും മതി. വെള്ളത്തിന് പകരം ഇതിലേക്ക് പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ ഇത് കുഴച്ചെടുക്കണം. കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഇപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ചൊരു പൊടി വിതറി കൊടുത്തതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. വളരെ കുറച്ച് മാത്രം പൊടി വിതറി കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങ് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നായിട്ട് ഇത് പരത്തരുത്, അതുപോലെ ഒരുപാട് കട്ടിയിലും ഇത് പരത്തിയെടുക്കരുത്. ഒരു മീഡിയം തിക്നെസ്സിലാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. പിന്നെ ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പാൽ കേക്കിൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ അതുകൊണ്ട് ഈ ഒരു തിക്നെസ്സിലാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. ഒരുപാട് അങ്ങ് കനം കൂടി പോകരുത്, അതേസമയം ഒരുപാട് അങ്ങ് തിന്നായിട്ടും പരത്തരുത്. പിന്നെ ഇനി ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുക്കാം കേട്ടോ. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് ഇതാക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചട്ടി വെച്ച് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒരു മീഡിയം ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഓയിൽ നമ്മൾ ഒരുപാട് അങ്ങ് ചൂടാക്കി എടുക്കരുത്. ഒരു മീഡിയം ചൂടാവുമ്പോൾ ഓയിലിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. അതല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗമൊന്നും നമുക്ക് വെന്ത് കിട്ടൂല. ഇതിൻ്റെ പുറംഭാഗം പെട്ടെന്ന് തന്നെ അങ്ങ് കളർ മാറിപ്പോവും. ഇത് നമ്മൾ കുറച്ച് കനത്തിൽ പരത്തിയെടുത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നമ്മളിത് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നവരെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുത്ത ഉടനെ തന്നെ പഞ്ചസാര സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ആ ഒരു സമയത്ത് പഞ്ചസാര സിറപ്പിന് കുറച്ചൊരു ചൂടുണ്ടായിരിക്കണം. നമ്മൾ കുറച്ച് നേരത്തെ തന്നെ പഞ്ചസാര സിറപ്പ് റെഡിയാക്കി എടുത്തതുകൊണ്ട് ഇതിൻ്റെ ചൂട് ആറിപ്പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നങ്ങ് ചൂടാക്കി എടുക്കണം. എന്നിട്ട് മാത്രമാണ് സ്നാക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്.
അതല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗമൊന്നും നമുക്ക് മോയിസ്റ്റ് ആയിട്ട് കിട്ടൂല. ഈ പാൽ കേക്കിൻ്റെ ഉൾഭാഗമൊക്കെ നമുക്ക് നല്ല മോയിസ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഈ സ്നാക്ക് ഈ പഞ്ചസാര സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പഞ്ചസാര സിറപ്പിന് കുറച്ചൊരു ചൂടുണ്ടായിരിക്കണം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ചൂടോടുകൂടെ തന്നെ പഞ്ചസാര സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സ്നാക്ക് നമ്മൾ ഓയിലിൽ നിന്ന് എടുക്കുന്ന ഉടനെ തന്നെ പഞ്ചസാര സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഈ പഞ്ചസാര സിറപ്പ് ഇതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ നന്നായിട്ട് ഇറങ്ങുകയുള്ളൂ. ആ ഒരു സമയത്ത് ഈ പഞ്ചസാര സിറപ്പിന് അത്യാവശ്യം ഒരു ചൂടുണ്ടാവുകയും ചെയ്യണം. ഇതുപോലെ സിറപ്പൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്നാക്ക് മുഴുവനായിട്ട് ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. കുറച്ച് സമയം ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചതിന് ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. താങ്ക്